നാട്ടിൽ നിൽക്കുന്ന നല്ലൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ തെരഞ്ഞെടുക്കും. അപ്പൊ ആ നല്ല മനുഷ്യൻ നാട്ടിനെ നിയന്ത്രിച്ചാൽ നാട് നന്നായി. അങ്ങനെ കുറെ ആൾ ലോകത്തുണ്ടായാൽ ലോകം മുഴുവനും നന്നായി. ഉമറാക്കൾ എന്നവർക്ക് പേര് പറയും. അപ്പൊ അതുപോലെ തന്നെ ഉലമാക്കൾ. ഈ രണ്ട് സമൂഹം നന്നായാൽ അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മളുമായി കൊണ്ട് കണ്ണു മറയുമ്പോൾ ലാഹിരിയായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന ബന്ധം മുറിക്കുമ്പോൾ രണ്ട് കാര്യം രണ്ട് സമൂഹത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ദീനിന്റെ കാര്യം രണ്ട് സമൂഹത്തിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നാട് വിട്ടത്. നമ്മളുമായി കൊണ്ട് ഇവിടെ പറഞ്ഞത് സിൻഫാനും മിന്നമ്മത്തി إذا صلح صلح الناس كلهم وإذا فسد فسد الناس كلهم العلماء والأمراء. എന്റെ ഉമ്മത്തുകൾപ്പെട്ടതായിരിക്കുന്ന രണ്ട് സമൂഹം നന്നായാൽ ലോകം മുഴുവനും നന്നായി. അത് ഉലമാക്കളും ഉമറാക്കളുമാണ്. അത് ഫസാദായാൽ ലോകം മുഴുവനും ഫസാദായി. ഇപ്പൊ ലോകത്തിന് പറ്റിയ കേടെന്താണ്? ഇപ്പൊ ദുനിയാവിന് പറ്റിയതായിരിക്കുന്ന കേടെന്താണ്? ഈ ഒരൊറ്റ കേടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് ഉലമാവും ഉമറാവും നന്നായി, ബെടബെട ഫസാദായി. അതുകൊണ്ട് ലോകം മുഴുവനും ഫസാദായി. ഇനി ആര് നന്നാക്കിയാലും നന്നാവൂല. സ്വയം നന്നാവാനും വഴിയില്ലാത്തതായ ഒരു നിലയിലാണ് ഇപ്പോൾ ലോകം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഹൃദയം മോശമാകുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ മോശക്കാരായിട്ട് കാണുന്നു. അതാണ് ഇപ്പോൾ ലോകത്തിന് പറ്റിയത്. നമ്മൾ ഹൃദയം നന്നാകുമ്പോൾ മറ്റുള്ളവരെല്ലാം നമ്മൾ നല്ലതായിട്ട് കാണുന്നു. അപ്പോൾ അതാണ് ഇസാഅത്തുൻ നഫ്സ് എന്ന് പറയുന്നു. നമ്മൾ മോശക്കാരായിട്ട് കാണാൻ മറ്റുള്ളവരൊക്കെ എന്നെങ്കിലേ നമുക്ക് മറ്റുള്ളവരൊക്കെ നല്ലതായിട്ട് കാണാം. ഹൃദയം നന്നാവുമ്പോൾ ഒരു മനുഷ്യനിക്ക് ഞാൻ വളരെ മോശക്കാരനാണ്, വിനീതനാണ്, അല്ലാഹുവിന്റെ അടുക്കൽ പാപിയാണ് എന്നുള്ളതായിരിക്കുന്ന മനസ്സാക്ഷിയാണ് നമ്മൾക്കുണ്ടാകുക. അത് മുഅ്മിനീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ് ഇസാഅത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾക്ക് വേണ്ടത്. അത് നമ്മൾക്കുണ്ടാവണം. നമ്മൾ അല്ലാഹുവുമായി കൊണ്ട് അടുക്കണം. فمن كان يرجو لقاء ربه فليعمل عملا صالحا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ ലിഖാഇനെ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധിയായിരിക്കുന്ന ഹൃദയം കൊണ്ട് അവൻ അമൽ ചെയ്തു കൊള്ളട്ടെ, സ്വാലിഹായിരിക്കുന്ന അമൽ ചെയ്തു കൊള്ളട്ടെ. സ്വാലിഹായിരിക്കുന്ന ഹൃദയം കൊണ്ട് സ്വാലിഹായിരിക്കുന്ന അമൽ ചെയ്തു കൊള്ളട്ടെ. സ്വാലിഹായിരിക്കുന്ന നാവ്, സ്വാലിഹായിരിക്കുന്ന ഹൃദയം, സ്വാലിഹായിരിക്കുന്ന ശരീരം. അപ്പൊ അതുകൊണ്ട് ഇബാദത്തെടുത്താൽ അല്ലാഹുവിന്റെ ലിഖാഇനെ എത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ ലിഖാഇല്ല. അപ്പൊ വല്ലവരും അല്ലാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു പറയാണ് ഫമൻ കാന യർജു. കണ്ടോ, വല്ലവരും അല്ലാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ജോലി പറയാണ് ഫമൻ കാന യർജു, വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിഖാ റബ്ബി, അല്ലാഹുവിന്റെ റബ്ബിന്റെ ലിഖാഇനെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണല്ലോ, നമുക്ക് പഠിപ്പിച്ചു തരാം. അല്ലാഹുവിന്റെ റസൂൽ ഹിക്കായത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കലാമിനെ ഹിക്കായത്ത് ചെയ്തുകൊണ്ട് പറയാണ് വല്ലവരും അല്ലാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ റബ്ബിന്റെ ലിഖാഇനെ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ فمن كان يرجو لقاء ربه فليعمل عملا صالحا. അല്ലാഹുവിന്റെ ലിഖാഇനെ, എന്റെ റബ്ബിന്റെ ലിഖാഇനെ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ തഖ്വയുള്ളതായിരിക്കുന്ന ഹൃദയം കൊണ്ട്, ഖൽബ് കൊണ്ട്, നല്ലതായിരിക്കുന്ന ഹൃദയം കൊണ്ട് അവൻ അമൽ ചെയ്തു കൊള്ളട്ടെ. വമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹാ.
അവൻ സാലിഹായിരിക്കുന്ന ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്തെടുത്ത് കൊള്ളട്ടെ എന്നെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ ലഖാവ് നമുക്കുണ്ടാവൂ. അള്ളാഹുവിന്റെ ലഖാവ് നമ്മൾ 5 നേരം നമ്മൾ നിസ്കരിക്കുന്നു, 5 നേരം നമ്മൾ നിസ്കരിക്കുന്നു. എന്താ പറയുന്നത്? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹതു വജ്ഹിയ, അല്ലാഹുവിന്റെ ലിഖാവുമായി കൊണ്ട് നേരിട്ട് കൊണ്ട് അല്ലാഹുവിന്റെ ലിഖായിലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ട് അല്ലാഹുമായി കൊണ്ട് അല്ലാഹുവിന്റെ ദാത്ത്, നമ്മളുടെ ദാത്ത്, നമ്മളുടെ വജ്ഹ്, നമ്മളുടെ ദാത്ത്, ഇതിനെ നേരിട്ട് കൊണ്ട് നമ്മളുടെ അല്ലാഹുവിന്റെ പ്രകാശിക്കുന്ന ഹൃദയം, നമ്മളുടെ പ്രകാശിക്കുന്ന ഹൃദയം, ആ പ്രകാശിക്കുന്ന ഹൃദയവുമായി കൊണ്ട് അല്ലാഹുവിലേക്ക് നേരിട്ട് അല്ലാഹുവിന്റെ നൂറ്, അല്ലാഹുവിന്റെ പ്രകാശം, അല്ലാഹുവിന്റെ ദാത്ത്, ഇതിലേക്ക് നേരിട്ട് കൊണ്ട് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഞാൻ സത്യമതത്തിലേക്ക്, സത്യമാർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ചാഞ്ഞുപോയി. ചാഞ്ഞാ പിന്നെ ഇന്നങ്ങോട്ട് മറ്റേ ഭാഗത്തേക്കൊന്നും നീങ്ങൂല, അതിൽ ഉറച്ചു. ഒരു ഭാഗത്തേക്ക് ചാഞ്ഞാൽ ഈ വായ കണ്ടിട്ടില്ല, കൊല വരുന്ന ചാഞ്ഞ ഭാഗത്തേക്കാണ് കൊല. അതിന് കൊല വരാൻ വേണ്ടിയിട്ട്, കൊലക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഭാഗത്തേക്ക് ചായ്പിക്കും. പിന്നെ അത് മറ്റു ഭാഗത്തേക്ക് നീങ്ങൂല, അതിൽ ഉറച്ച് അതിന്റെ അന്ത്യം അതിലാണ്. ആ കൊല മൂത്ത് കഴിഞ്ഞാൽ അതിനെ കുത്തിയെടുത്ത് അത് ഉറച്ചു, പിന്നെ അതിന്റെ അന്ത്യം അതിലാണ്. അപ്പൊ ഹനീഫൻ മുസ്ലിമാ, സത്യമാർഗത്തിലേക്ക് ചാഞ്ഞാൽ, അതിലേക്ക് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ലയിച്ചാൽ, അതിലേക്ക് ലയിച്ചു. എന്നിട്ടെന്താണ്? വമാ അന മിനൽ മുശ്രിക്കീൻ. പിന്നെ അവന് മറ്റുള്ള ചെറുക്കിന്റെ ഭാഗത്തേക്ക് അവനക്ക് നോട്ടമില്ല, പിന്നെ അവന് ചെറുക്ക് വെക്കൂല, അവന് ചെറുക്ക് ഇല്ല. അവന്റെ ഹൃദയം നന്നായി, ആ നല്ലതായിരിക്കുന്ന ഹൃദയം കൊണ്ട് അല്ലാഹുവിന്റെ ലഖായിനെ അവനെത്തിച്ചു. ആ ലഖാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ പിന്നെ മിഅ്റാജ് എന്നാണ് അതിന്റെ പേര്, മുനാജാത്ത് എന്നാണ് അതിന്റെ പേര്. അല്ലാഹുവുമായിട്ട് കൂടിക്കാഴ്ച. എന്താണ് അതിന്റെ മഹത്വം? അതിന്റെ അപ്പുറം മഹത്വം പിന്നെന്താണ്? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി കൊണ്ട്, ശുദ്ധമായിരിക്കുന്ന ഹൃദയം കൊണ്ട്, ശുദ്ധമായിരിക്കുന്ന ആത്മാവുമായി കൊണ്ട്, അല്ലാഹുവുമായി കൊണ്ട് നേരിട്ട് കൊണ്ട് ഏറ്റവും അടുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം അത് ശുദ്ധിയായ, അത് അങ്ങനെ നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചാൽ ഇന്ന ഔലിയാഉഹു ലൽ മുത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ മുത്തഖീങ്ങൾ മാത്രമാണ്, തഖ്വയുള്ളവർ. അവർ മുത്തഖീങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. എന്താണ് മുത്തഖൂൻ? തഖ്വ, അപ്പൊ നിസ്കരിച്ചവർ അല്ലാഹുവിന്റെ ഔലിയാക്കൾ തന്നെയാണ്. പക്ഷെ നിസ്കാരം അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനായിക്കൊണ്ട് അല്ലാഹുവിന്റെ മുനാജാത്തായിരിക്കണം. മിഅ്റാജ് എന്ന് പറയുന്നതായിരിക്കുന്ന കൂടിക്കാഴ്ചയായിരിക്കണം നിസ്കാരം എന്ന് പറയുന്നത്. അതാണ്. എന്നാൽ അവർ തന്നെയാണ് ഔലിയാക്കൾ. അസ്റഫുൽ ഖൽഖിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയായ നിസ്കാരം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് ഏറ്റവും വലിയതായിരിക്കുന്ന ഇഷ്ടമുള്ള പ്രിയപ്പെട്ട സംഗതിയായ നിസ്കാരം എന്ന് പറയുന്നത്, അമ്പ് പോലെ ശരീരത്തിൽ നിന്ന് യുദ്ധത്തിന് വഴി പതിച്ചെടുക്കുന്നത് സ്വഹാബത്ത് നിസ്കരിക്കുന്ന സുജൂദിലാകുന്ന സമയത്ത് അള്ളയിൽ അങ്ങോട്ട് ലയിച്ചു പോയി. പിന്നെ അവരുടെ ശരീരം അവർക്ക് ഓർമ്മയില്ല, മറുഭാഗത്തേക്ക് അവർക്ക് ചിന്തയില്ല, അവരുടെ ശരീരത്തിന്റെ നമ്പരങ്ങൾ അവരറിയുന്നില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون.
റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി, മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. ആരാണ് മുഅ്മിനീങ്ങൾ എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നു? ആരാണ് മുഅ്മിൻ എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നു? അല്ലദീനഹും ഒരു കൂട്ടരാകുന്നു. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമാകുന്നു. ഏതാണ് സമൂഹം? നമ്മളെപ്പോലെ തലകുത്തി മറിയുന്നവരല്ല. നമ്മളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ തലകുത്തി മറിയല, അതല്ല നിസ്കാരം. മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീനഹും ഒരു കൂട്ടരാകുന്നു. ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നിസ്കാരത്തിൽ അവർ ഏറ്റവും ഭയക്കുന്നവരാണ്, ഭയപ്പാടുള്ളവരാണ്, അല്ലാഹുവിനെ ഭയന്നവരാണ്, അല്ലാഹുവിനെ ഭയന്നവരാണ്. ഒരു മനുഷ്യൻ ഒരു സാധനത്തിനെ ഭയന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ, മറുഭാഗത്തേക്ക് ശ്രദ്ധ ഉണ്ടാകും. അതിനാണ് ഭയപ്പാട്. നമുക്കിപ്പോ രോഗം വന്ന് നമ്മൾ മരിക്കുന്നു പേടിച്ചാൽ പിന്നെ നമുക്ക് വേറെ എന്ത് വന്നാലും നമുക്ക് തനിക്കാറില്ല. അത് ഒറ്റൊന്നായിരിക്കും ചിന്ത. ഇതാണുള്ള ഭയം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു ശത്രുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴിയിൽ പോവുകയാണെങ്കിലും വരികയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ശത്രുവിന്റെ പേടി, അത് മാത്രമായിരിക്കും ഭയം. അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊരു പാമ്പുണ്ട് എന്ന് നമ്മൾ കണ്ടു, നമ്മൾ വീട്ടിലൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ നോക്കുന്നതോടെ പാമ്പിന്റെ, ഇതാണല്ല ഭയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനമാണ് മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ അല്ലാഹുവിനൊരു മനുഷ്യൻ ഭയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന് മറ്റൊന്നും വേറൊന്നും അവനക്ക് കൈ കയറൂല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി, മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അല്ലാഹുവുമായിക്കൊണ്ട് അവരുടെ നിസ്കാരത്തിൽ അവർ അല്ലാഹുവിനെ പേടിച്ചവരാണ്. അല്ലാഹുവിനെ മാത്രമാണ് അവർ നിസ്കാരത്തിൽ ഭയപ്പാട് പേടിയുള്ളത്. മറ്റൊന്നിനെയും ഭയമില്ല, മറുഭാഗത്തേക്ക് അവർക്ക് ചിന്തയില്ല. അപ്പം നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് മാത്രം ചിന്ത ഉള്ളതായിരിക്കുന്ന മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി എന്നാണ് അതിന്റെ നതീജ. മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. ആരാണ് മുഅ്മിനീങ്ങൾ? നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിച്ചവർ എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹ് എന്നുള്ള നാമം അല്ലാഹുവിലേക്ക് മാത്രം ഓർമ്മയുള്ളതായിരിക്കുന്ന മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി എന്നാണ് അതിന്റെ നതീജ. അപ്പൊ അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അങ്ങനത്തെവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർ തഖ്വയുള്ളവരാണ്. ആ ഭയപ്പാട് പേടി നമുക്കുണ്ടാവണമെങ്കിൽ ഇത് ശരിയായി. ഇത് നന്നാവണം.